ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ രാവിലെ മഹാദൈവത്തിൻ്റെ തിരുകൃപയാൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് തൻ്റെ തിരുഹൃദയത്തിൽ കിടക്കുന്ന ദൈവിക ആലോചന പറഞ്ഞു തരുവാൻ മനസ്സ് വയ്ക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ വചനം കർത്താവിന് പറയാനുള്ളത് ഓരോ ദിവസം കേൾക്കാൻ കാതോർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും പുകഴ്ചയും എല്ലാം സ്വർഗത്തിലേക്ക് കരയേറ്റിക്കൊണ്ട് ഇന്ന് നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമ്മോട് പറയാൻ ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ദൈവാലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. തിരുവെഴുത്തിൽ നിന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35-36 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35-36 വാക്യങ്ങൾ വായിക്കുകയാണ്. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. യേശു പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. സുപ്രസിദ്ധമായിരിക്കുന്ന വാക്യമാണ് സുവിശേഷങ്ങളിലെ ഈ ഭാഗം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ ഐഹിക ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ പലസ്തീനിലെ ഓരോരോ സ്ഥലങ്ങളിലൂടെ ചുറ്റി നടക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ബഹുപുരുഷാരം വന്നു. വരിക മാത്രമല്ല, കർത്താവിനെ തിരിച്ചറിഞ്ഞ ആളുകൾ, കർത്താവിലുള്ള ദൈവിക ശക്തിയെ തിരിച്ചറിഞ്ഞ ആളുകൾ, അവർ രോഗികളെയും ദീനക്കാരെയും വ്യാധിക്കാരെയും ഭൂതഗ്രസ്തരെയും എല്ലാവരെയും കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നവരെല്ലാവരെയും യേശു ഒന്നും നോക്കാതെ സൗഖ്യമാക്കി അയച്ചു. എൻ്റെ ചിന്തയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന ആരെയും സൗഖ്യമാക്കാതെ വിട്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എല്ലാവരെയും ആവശ്യബോധത്തോടെ ആരൊക്കെ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ടോ, ആരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, അവർക്കെല്ലാവർക്കും കർത്താവ് ഏതെങ്കിലും വിധത്തിൽ വിടുതലുകൾ സമ്മാനിച്ചിട്ടുണ്ട്. ചിലർക്ക് സമാധാനം, ചിലർക്ക് സൗഖ്യം, ചിലർക്ക് ഭൂതോപദ്രവത്തിൽ നിന്നുള്ള വിടുതൽ, ചിലർക്ക് മനോദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം എന്നിത്യാദി ഏതൊക്കെ വിഷയത്തിലൂടെയാണോ മനുഷ്യൻ കുടുങ്ങിക്കിടന്നത് ആ വിഷയത്തിൽ നിന്നെല്ലാം കുരുക്കഴിച്ച് രക്ഷിപ്പാൻ കർത്താവ് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവിധ ദീനക്കാരെയും എല്ലാവിധ രോഗികളെയും കർത്താവ് സൗഖ്യമാക്കി. എന്നാൽ ഇന്ന് ഈ 2 വാക്യങ്ങൾ വായിച്ചപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് പുരുഷാരം ഒരുപാട് രോഗികളും ദീനക്കാരും വ്യാധിക്കാരുമായിരിക്കുന്നവരെ കൊണ്ടുവന്നു. അവരെയൊക്കെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ കർത്താവ് അവരെ കണ്ട ഒരു കാഴ്ചപ്പാടാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തമായ ഭാഗം, വിശിഷ്യ 36-ാമത്തെ വാക്യത്തിനകത്ത് അന്തർലീനമായിരിക്കുന്നത്. രോഗവും പ്രയാസവും വ്യാധിയും ദീനവുമായിട്ട് ആൾക്കാർ വന്നത്. ചിലർക്ക് അസ്ഥിരോഗമായിരിക്കാം, കുനിഞ്ഞിരിക്കുന്നവരും വളഞ്ഞിരിക്കുന്നവരുമൊക്കെ. ചിലർക്ക് ആന്തരിക അവയവങ്ങളിലായിരിക്കാം വലിയ ദീനവും വലിയ പ്രയാസവുമായി. മാറാരോഗികൾ, ചിലർക്ക് ശരീരത്തിൻ്റെ തൊലിപ്പുറത്തായിരിക്കാം കുഷ്ഠരോഗം പോലെ. ഇങ്ങനെ ഓരോ തരത്തിലെ രോഗങ്ങൾ, വൈകല്യങ്ങൾ, ഇതൊക്കെയായി വന്ന ഈ ആളുകളെ കർത്താവ് വാസ്തവത്തിൽ രോഗികളായിട്ടല്ല കണ്ടത്, ദീനക്കാരായിട്ടല്ല കണ്ടത്. ഒരു ഡോക്ടർ എത്ര മിടുക്കനാണെങ്കിലും എത്ര വിദഗ്ധനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരു രോഗിയെ കൊണ്ടുചെന്ന് എല്ലാവിധ ചെക്കപ്പും നടത്തി പരിശോധിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് മാക്സിമം ആ രോഗിയെ ഒരു രോഗിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഏത് തരം രോഗമാണ്, ഇതിൻ്റെ പിന്നാമ്പുറത്ത് പാരമ്പര്യമായിട്ട് പിതാക്കന്മാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ രോഗം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെപ്ത് എത്ര വലുതാണ്, ഈ രോഗം ഈ മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കും, ഇത്രയൊക്കെയാണ് ഡോക്ടർക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ സൃഷ്ടാവായ ദൈവം രോഗിയെ, ദീനക്കാരനെ, വ്യാധിക്കാരനെ കണ്ടപ്പോൾ ആ രോഗത്തിൻ്റെ പേരിലും ആ രോഗത്തിൻ്റെ ആഴത്തിലുമല്ല കണ്ടത്. ശരിക്കും ആ വാക്ക് ഞാൻ ഒന്നോടെ വായിക്കാം. 36-ാമത്തെ വാക്യം, പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടു. യേശു രോഗമാണ് പുറത്ത് കാണുന്നതെങ്കിലും ദീനമാണ് അവരിൽ പ്രകടമാകുന്നതെങ്കിലും
സൃഷ്ടാവ് കണ്ടത് രോഗവും ദീനവുമല്ല. ഇങ്ങനെ രോഗവും ദീനവും വന്ന് ഇവരീ പരുവത്തിനാകാനുള്ള കാരണം രോഗാണുക്കളും പകർച്ചവ്യാധിയും ബാക്ടീരിയയുമാണെന്നല്ല. പിന്നെ എന്താണ്? ഇവർ കുഴഞ്ഞവരാണ്, ചിന്നിയവരാണ്, ചിതറിയവരാണ്, ഇടയനില്ലാത്തവരാണ്. ഈ കാരണമാണ് ഇവരെ ഈ പരുവത്തിനാക്കിയത്. അപ്പോൾ കർത്താവ് കണ്ട കാഴ്ചപ്പാട് കണ്ടോ? പുറമേ ഈ വിഷയവുമായിട്ട് ദുഃഖിച്ചും കരഞ്ഞും തലകുനിച്ചും ക്ഷീണിച്ചും നടക്കുമ്പോൾ മറ്റാരും കാണാത്ത ഒരു കാഴ്ചപ്പാട് മനുഷ്യനിൽ കാണുന്നവനാണ് കർത്താവായ യേശു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക്, എനിക്ക് സമാധാനമില്ല, ഞാൻ ഉറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി, എനിക്ക് രോഗമാണ്, എനിക്ക് വലിയ പ്രയാസമാണ്, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇന്ന രോഗമാണെന്നാണ്, എനിക്ക് സ്വസ്ഥതയില്ല എന്നൊക്കെ പറഞ്ഞു ചെല്ലുമ്പോൾ ഒരു മനഃശാസ്ത്രജ്ഞൻ തിരിച്ചും മറച്ചും ചോദിച്ചിട്ട് അതിൻ്റേതായിരിക്കുന്ന എന്തെങ്കിലും ഒരു കോമൺ ഫാക്റ്റ് കണ്ടെത്തും. പക്ഷേ ഇതിൻ്റെ അടിവേരുകൾ കണ്ടെത്തുന്ന ഈ കർത്താവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ശ്രദ്ധിക്കുമ്പോൾ, നമ്മെ നോക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവ് കാണുന്നത്? ഈ വാക്ക് വെച്ച് ഞാൻ എന്നെ തന്നെ സ്കാൻ ചെയ്തു. എൻ്റെ യേശു എന്നെ നോക്കുമ്പോൾ ഞാൻ കുഴഞ്ഞവനായിട്ടാണോ കർത്താവ് കാണുന്നത്? ഞാൻ ചിന്നിയവനായിട്ടാണോ? ചെതറിയവനായിട്ടാണോ? ആർക്കും കീഴ്പ്പെടാതെ, ഒരു ഉത്തരവാദിത്തപ്പെടാൻ ആരുമില്ലാത്ത, ഇടയനില്ലാത്തവനായിട്ടാണോ എന്നെ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ അതിന് പരിഹാരം വരണം. ഞാനീ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വെച്ച് വിലയിരുത്തണം, വിവേചിക്കണം. സ്വർഗത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ കാണുമ്പോൾ കർത്താവ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ വീടിനെ കാണുന്നത്? ഒരു തരം കുഴഞ്ഞ വീട്, കുഴങ്ങിക്കിടക്കുന്ന വീട്, ചെതറിയ വീട്, ചിന്നിയ വീട്, ആരും ഉത്തരവാദിത്തപ്പെടാനില്ലാത്ത അഥവാ ഇടയനില്ലാത്ത വീട്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയും ബുദ്ധിമുട്ടാനല്ലേ സാധ്യത? അതിൻ്റെ മറുവശം, ഇടയനുണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ആ പുരാതന കാലത്തെ ഒരു വലിയ എവിഡൻസാണ്. ആട്ടിൻകൂട്ടത്തോട് ചിത്രീകരിച്ച് വേദപുസ്തകത്തിൽ ഒരുപാട് ഭാഗത്ത് മനുഷ്യകുലത്തെയും സഭയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ആടിന് ഇടയനുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉത്തരവാദിത്തപ്പെടാൻ ഒരാളുണ്ട്. ആട് കുടുങ്ങിയാൽ, വഴിതെറ്റിയാൽ എത്രയോ തെളിവുകൾ ബൈബിളിലുണ്ട്. ഇടയനുണ്ടെങ്കിൽ തേടിപ്പിടിക്കും, കുരുങ്ങിപ്പോയാൽ കുരുക്കഴിക്കും, എവിടെയെങ്കിലും വീണുപോയാൽ കുഴിയിലിറങ്ങി പൊക്കിക്കൊണ്ടുവരും, തോളിലേന്തും. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇടയനുണ്ടെങ്കിൽ. ഇടയനില്ലെങ്കിലോ കുടുങ്ങിയതാ, കുഴിയിൽ വീണതാ, പിന്നെ കയറാൻ പറ്റില്ല, പോയതാ, രക്ഷപ്പെടാൻ പറ്റില്ല, ചിന്നിപ്പോകുക, ചെതറിപ്പോകുക, കുഴഞ്ഞു പോകുക. ഇതിലെല്ലാം കാരണം എന്താ? ഇതിനെ ഒന്ന് നിയന്ത്രിക്കാൻ, ഉപദേശിക്കാൻ, കൺട്രോൾ ചെയ്യാൻ, ആ പരുവത്തിലേക്ക് പോകാതിരിക്കാൻ, നേരത്തെ കാലേ കൂട്ടി തടയാൻ ഒന്നും ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും കാണുന്നത്? അതൊന്ന് ശ്രദ്ധിക്കണേ. കർത്താവ് നിങ്ങളെ നോക്കുമ്പോൾ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ള, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തിൻ്റെ കൈക്കീഴെ നിൽക്കുന്ന, ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന, ദൈവത്തിൻ്റെ ദാസന്മാരുടെ ഉപദേശം കേൾക്കുന്ന, കർത്താവിൻ്റെ സഭയാകുന്ന ആത്മീക സൗധത്തോട് ചേർത്ത് വെച്ച് പണിതിരിക്കുന്ന, ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവേശു എന്ന നല്ലിടയൻ്റെ കോലിൻ്റെ കീഴെ നടക്കുന്ന, ആ സാന്നിധ്യം വിട്ടുമാറാത്ത, ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണോ? ഒരു ജീവിതത്തിൻ്റെ ഉടമയാണോ? അതെയോ പുറമേ രോഗം, പ്രയാസം, ജോലിയില്ല, കടഭാരം എല്ലാം തകർന്നു പൊട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു, ഈ വക കാര്യങ്ങൾ കാണുമ്പോൾ ആ പുറമേ കാണുന്നതല്ല, അതിൻ്റെ മൂലകാരണം ഇടയനില്ലാത്തതാണ്, കുഴഞ്ഞുപോയതാണ്, ഒരു യൂണിറ്റി ഇല്ലാത്തതാണ്, സഭയോട് ചേരാത്തതാണ്, കർത്താവിൻ്റെ കൈക്കീഴ വരാത്തതാണ്, കുഴഞ്ഞതാണ്, ചിന്നിയതാണ്, കൂട്ടം തെറ്റിയത് കൊണ്ടാണ് എന്ന് കാണാൻ ഇവിടുത്തെ ഒരു ഉപദേഷ്ടാക്കന്മാർക്കും ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. അങ്ങനെ നമ്മളെ കാണുന്നത് കർത്താവ് മാത്രമാണ്. എൻ്റെ പ്രിയമുള്ളവരെ,
യേശുക്രിസ്തു നമ്മെ നോക്കുമ്പോൾ, കർത്താവിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ ഏത് സ്ഥിതിയിലായിരിക്കും? നമ്മൾ നമ്മളെ നോക്കുമ്പോൾ, ഞാൻ ജയിക്കുന്നില്ലല്ലോ, എനിക്കൊരു വഴി തുറക്കുന്നില്ലല്ലോ, ഞാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലല്ലോ, ഇപ്രാവശ്യം ഞാൻ തോറ്റുപോയല്ലോ, ഇപ്പോഴും എൻ്റെ വേദന കുറയുന്നില്ലല്ലോ, ഇപ്പോഴും ഞാൻ രോഗിയാണല്ലോ, മാറിയെന്ന് വിചാരിച്ചത് പിന്നെ വരുവാണല്ലോ എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്, നമ്മൾ നമ്മെ കാണുന്നത്. പക്ഷെ ആ വിഷയത്തിൻ്റെ പുറകിൽ നിനക്കിടയനില്ലല്ലോ, നീ ചിതറിക്കിടക്കുവാണല്ലോ, നീ ദൈവത്തിൻ്റേതല്ലല്ലോ, നിനക്ക് ആത്മസാന്നിധ്യം ലഭിക്കുന്നില്ലല്ലോ, നിനക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടിയിട്ടില്ലല്ലോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവം നമ്മെ കാണണം. ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ദൈവമേ, ഞാൻ രോഗിയാണ്, ഞാൻ പരാജിതനാണ്, എനിക്ക് കടഭാരമുണ്ട്, എന്നെ രക്ഷിപ്പാൻ ആരുമില്ല, എനിക്ക് ജീവിക്കണം തോന്നുന്നില്ല, ഞാൻ മൂകനായി, എല്ലാവരേക്കാളും ഞാൻ പുറകിലായി, എനിക്ക് ദുഃഖമാണ് എന്നല്ല, പിന്നെന്താണ്? കർത്താവേ, എന്നെ ഒന്ന് കാണണം. ഈ 36-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്നെ ഒന്ന് നോക്കണം. ഞാൻ ഇടയനില്ലാത്ത ആടാണോ? ഞാൻ കുഴഞ്ഞിരിക്കുന്ന ആളാണോ? ഞാൻ ചിന്നിപ്പോയോ, ചെതറിപ്പോയോ? എൻ്റെ ദൈവമേ, ആ നിഴലിൻ കീഴെ അല്ലേ ഞാൻ എവിടാണ്? എൻ്റെ സ്ഥിതി എന്താണ്? എൻ്റെ സ്ഥാനം എവിടാണ് എന്ന വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനോട് എന്നെ ഒന്ന് കാണാൻ പറ. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. കാണേണ്ട പോലെ നമ്മെ കാണുന്നവൻ കർത്താവ് മാത്രമാണ്. ബാക്കി ആര് നോക്കിയാലും പുറമേയുള്ള വിഷയമേ കാണത്തുള്ളൂ. യേശു നോക്കിയാൽ അകമേയുള്ള കാരണം കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരുപാട് പേര് തിരിച്ചും മരച്ചും പരിശോധിച്ചു. ഒത്തിരി പ്രാർത്ഥനക്കാരുടെ മുമ്പിൽ ഇരുന്നപ്പോൾ അവരും കുറേ കാര്യം പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? എവിടെയാണ് ആ പ്രശ്നം? അത് എൻ്റെ കർത്താവും ദൈവാത്മാവും മാത്രമേ കാണുള്ളൂ. അതുപോലെ ഒന്ന് കാണാൻ ഇന്നാരെങ്കിലും അങ്ങയോട് കെഞ്ചിക്കേണ് അപേക്ഷിച്ചാൽ, നാഥ, അങ്ങനെ അവരെ കാണണേ, ആ പ്രശ്നത്തിനൊരു പരിഹാരം വരുത്തണേ, അങ്ങനെ അവർ രക്ഷപ്പെടണേ. കർത്താവ് കാണുന്നത് പോലെ ഞങ്ങളെ കാണാൻ വേറെ ആരുമില്ല. അങ്ങ് ഞങ്ങളെ ഒന്ന് കാണണേ അപ്പ, വീണ്ടും വണ്ണം കാണണേ, അതിന് പരിഹാരം വരുത്തണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.